ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല, വളരെ സിമ്പിളാണേ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പുട്ടും പഴമാണേ. പഴമുള്ള ദിവസം ഞാൻ ഒന്നില്ലേ പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ടേ. അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. മാവൊക്കെ നന്നായിട്ട് നനച്ച് മിക്സിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ ജാറിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ല കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ പുട്ടൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പഴമൊക്കെ കൂട്ടി പുട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുത്ത പരിപാടി നമുക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് കരുതിയേ. നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ടാട്ടോ ഉണ്ടാക്കിയത്. ചിക്കൻ ആണെങ്കിലും അത് സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ നെയ്ച്ചോറിനുള്ള അരി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നെയ്ച്ചോറിലേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കഴുകിയെടുത്ത് നന്നായിട്ടത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്ത് നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം. നെയ്ച്ചോറുണ്ടാക്കുന്ന ഒപ്പം തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ കഴുകി കട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട് ഇടയ്ക്ക്. ഈ രീതിയിലാണോ നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാട്ടോ.
നമ്മുടെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ റെഡിയായേ. അപ്പോൾ എൻ്റെ ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.